ഞാൻ വെല്ലുവിളിക്കുകയാണ്. വയനാടുള്ള കോൺഗ്രസ് അണികളോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടർമാരോ ആരെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളി പറയുമോ? പ്രിയങ്ക ഗാന്ധി ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറയുമോ? 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും മത്സരിക്കുകയും ചെയ്ത ഏതെങ്കിലും ഒരു നേതാവ്, സിംഗിൾ നേതാവ്, ഞാൻ 2 മണ്ഡലങ്ങളിലും ജയിക്കുകയാണെങ്കിൽ ഈ മണ്ഡലം ഞാൻ ഉപേക്ഷിക്കും, ഈ മണ്ഡലത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? അതൊക്കെ കൊണ്ട് അതുമാത്രമാണോ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയധികം? അവിടെയുണ്ട് രാഹുൽ ഗാന്ധിക്ക് അത് ചെയ്തേ പറ്റൂ. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് അത് ചെയ്തേ പറയട്ടെ. പക്ഷെ അങ്ങനെ പോയാൽ കേരളത്തിലെ UDF-ന്റെ കഥ കഴിയും. അത് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ വയനാട് തെരഞ്ഞെടുപ്പ് സമയത്ത് അതല്ല. ലീഗിന്റെ കൊടി വേണമെന്നില്ല അവിടെ. എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നാലും എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇത്രയും കാലം നടന്നിട്ടുള്ള കഴിഞ്ഞ തവണ ഉണ്ടായ വിഷയത്തെ തുടർന്നാണ് ഇത്തവണ ഈ കൊടി വേണ്ടെന്ന് വെച്ചത്. ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അല്ലയോ എന്നുള്ള കാര്യം അവിടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയാം. രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി അത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. നമസ്കാരം. വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒഴിയുന്നു. പുതുതായി വയനാട്ടിലേക്ക് എത്തുന്നത് സഹോദരി പ്രിയങ്ക ഗാന്ധി. നമുക്കൊന്ന് ചിന്തിക്കാം, വയനാടിന് ഇനിയൊരു പുതിയ നായിക ഉണ്ടാകുമോ? എഡ്രസ് കോളത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് BS ജോയിയാണ്. നമസ്കാരം. നമസ്കാരം ശ്രീനാഥൻ. ഇപ്പം ശ്രീനാഥ് പറഞ്ഞു വയനാടിന് പുതിയ അമരക്കാരനോ അമരക്കാരിയോ. ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പറയുന്നത് വയനാട്ടിലെ ജനങ്ങളെ വേദനിപ്പിക്കില്ല, വയനാട്ടിലെ സമ്മതിദായകരെ വേദനിപ്പിക്കില്ല. അത് ഒരു തരത്തിൽ നല്ല പ്രഖ്യാപനമാണ്. അതിനവർ കേരളത്തിൽ നിന്നുള്ള മറ്റു നേതാക്കളെ ആരെയും തിരഞ്ഞെടുക്കുന്നില്ല. ഗാന്ധി കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് വളരെ ജനകീയ മുഖമുള്ള പ്രിയങ്ക ഗാന്ധിയെയാണ് അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധി വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഇറങ്ങി വരുന്ന ആളല്ല. അതെ, UP-യിൽ പല മണ്ഡലങ്ങളിൽ, ചില മണ്ഡലങ്ങളിലെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നു. പോരാത്തതിന് പ്രിയങ്ക ഗാന്ധി കേരളത്തിന് പ്രിയപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. എല്ലാ ഇലക്ഷൻ കാലത്തും അതുപോലെ തന്നെ, അതായത് പ്രിയങ്ക ഗാന്ധി പൊതുരംഗത്തേക്ക് വന്നതിന് ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലുമൊക്കെ പ്രിയങ്ക ഗാന്ധിയുടെ പങ്ക് വളരെ നിർണായകമാണ്. പ്രിയങ്ക ഗാന്ധി ദേശീയ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ പ്രിയങ്ക ഗാന്ധി വരുന്നതിനെ കേരളം അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാരും വയനാട് മണ്ഡലത്തിലെ വോട്ടർമാരും കൈ നീട്ടി സ്വീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതിനകത്ത് മറ്റൊരു പ്രശ്നമുള്ളത്, രാഹുൽ ഗാന്ധി ഒരിക്കൽ പോലും വയനാട് വിട്ടു പോകും എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്നൊരു നിലനിൽപ്പാണ് അവിടെ ഉണ്ടാവുക. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ ഒരു കുടുംബവാഴ്ചയിലേക്ക് തന്നെ പോവുകയാണ്. നേരത്തെ ജോയ് സൂചിപ്പിച്ച പോലെ തന്നെ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ എന്ന് പറയുമ്പോൾ വീണ്ടും അതിൻ്റെ ഒരു കുടുംബ തുടർച്ച, ഗാന്ധി കുടുംബം, നെഹ്റു കുടുംബം എന്ന് പറയുന്ന അതിൻ്റെ ഒരു തുടർച്ച പോലെയാണ് സത്യത്തിൽ ഇപ്പം പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ കാണാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ വിമർശനങ്ങൾ ആളുകൾക്ക് ഉന്നയിക്കാം. അല്ല, അത് വിമർശനം എന്നുള്ള രീതിയിലല്ലല്ലോ. നമുക്ക് അറിയാം, സോണിയാഗാന്ധി AICCയുടെ തലപ്പത്തേക്ക് വന്ന സമയത്തും തുടർന്ന് സോണിയാഗാന്ധി ഇതിൻ്റെ ഒരു സാരഥ്യം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടത്തിലും രാഹുൽ ഗാന്ധി ഇതിലേക്ക് വന്ന സമയത്തും ഏറ്റവും അധികം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നത് ഇതേ പേര് തന്നെയായിരുന്നു. പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു സക്സസിലേക്ക് എത്താൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു, അത് വയനാട് തന്നെ വേണ്ടി വന്നു. അല്ലാതെ ഒരു സെക്കൻഡ് ഞാനൊന്ന് പറയട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ല 2024 നമ്മൾ കണ്ടത്. 2024 എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര, അത് 2 ഘട്ടങ്ങളിലായി നടത്തി. അദ്ദേഹം പറഞ്ഞു ഈ വർഗീയതയുടെയും അല്ലെങ്കിൽ വിഭജനത്തിന്റെയും വെറുപ്പിന്റെയും ഇടയിൽ സ്നേഹത്തിന്റെ കട തുറക്കുക. അത് ഒരു പരിധിവരെ രാഹുൽ ഗാന്ധിക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതിന്റെ വിജയം തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഇത്രയും സീറ്റ് വർധനവ്. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പ്. നിതീഷ് കുമാറും TDP-യുടെ ചന്ദ്രശേഖര റാവുവും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ സ്ഥിതി മറ്റൊന്നാകുമായിരുന്നു. നരേന്ദ്രമോദിക്ക് ട്രിപ്പിൾ അല്ലെങ്കിൽ 3ാം തവണ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. ഇപ്പോൾ ഇനി അടുത്ത് വയനാട്ടിലേക്ക് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മാറുന്നു. രാഹുൽ ഗാന്ധിയോട് അത്രമാത്രം ഇഷ്ടമുണ്ട് വയനാട്ടിലെ ജനങ്ങൾക്ക്. 3,64,000 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത്. അവിടെ BJP ഒക്കെ കെ സുരേന്ദ്രനൊക്കെ കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടു എന്നാണ് വിമർശനം നേരിടുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അവിടുത്തെ ജനങ്ങളോട് രാഹുൽ ഗാന്ധിക്കുണ്ടായ കമ്മിറ്റ്മെന്റ്, രാഹുൽ ഗാന്ധിക്ക് എത്രമാത്രം കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു,
അത് നിലനിർത്താൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. രാഹുൽ ഗാന്ധിക്ക് മറ്റൊരുപാട് മണ്ഡലങ്ങൾ, റായ്ബറേലി, അവിടെ ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി ശ്രദ്ധ പതിപ്പിക്കുന്നതോടെ തന്നെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉത്തരേന്ത്യൻ അല്ലെങ്കിൽ ഹിന്ദി ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെ കെട്ടുറപ്പ് ഒന്നുകൂടി ശക്തപ്പെടും. പാർട്ടിയുടെ കെട്ടുറപ്പ് എന്ന് പറയുന്നത് ഹിന്ദി ഹൃദയഭൂമിയിലാണ്. ഇപ്പോൾ യു പിയിലെ തെരഞ്ഞെടുപ്പ്, യു പിയിലെ സീറ്റുകൾ, സമാജ്വാദി പാർട്ടിക്കുണ്ടായ സീറ്റ് വർധനവ് യോഗി ആദിത്യനാഥിനും അതുപോലെ തന്നെ BJP പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു വിജയം, പ്രത്യേകിച്ച് അയോധ്യയിലെ രാമക്ഷേത്രമൊക്കെ വന്ന സമയത്ത് ഒരുപാട് കൊട്ടിഘോഷിച്ചിരുന്നു, ഒരുപാട് സീറ്റ് കിട്ടുമെന്നൊക്കെ, അല്ലെങ്കിൽ 400 സീറ്റ് വരെ ലഭിക്കുമെന്ന വീമ്പിളക്കൽ വരെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ആ സ്ഥിതിയൊക്കെ മാറി. അപ്പോൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ശ്രദ്ധ പതിപ്പിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഉണ്ടായ വിജയം തുടർന്നും ഉണ്ടാകും. ആ യു പിയിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ചെറിയ ചെറിയ നേട്ടങ്ങളാണ് ഉണ്ടായതെങ്കിൽ പോലും അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും. അങ്ങനെയെങ്കിൽ മാത്രമേ അടുത്തൊരു സർക്കാർ, അതായത് BJPയെ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിയുകയുള്ളൂ. മറിച്ച് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്, വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വിഷമമുണ്ടാകാത്ത തരത്തിലായിരിക്കും. CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ആനി രാജവരെ പറയുന്നു, വയനാട് രാഹുൽ ഗാന്ധി വരുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഉത്തരേന്ത്യയിലൊക്കെ മത്സരിക്കാമായിരുന്നു. അതായത് ഇടതുമുന്നണി നേതാക്കൾ തന്നെ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് വേറെ എവിടെയെങ്കിലും മത്സരിക്കാമായിരുന്നു, ഇവിടെ വയനാട് വരേണ്ട ആവശ്യമില്ല. എന്നാൽ വയനാടും റായ്ബറേലിയും കോൺഗ്രസ് തെരഞ്ഞെടുക്കാൻ കാരണം 2024 എങ്ങനെ ഇരിക്കും, ഒരു എന്താണ്, നമ്മൾ തൊണ്ടോടുകൂടി തേങ്ങ കാണും. ഇതിനകത്ത് തേങ്ങ മോശപ്പെട്ട തേങ്ങയാണോ നല്ല തേങ്ങയാണോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുപോലെ 2024 എന്താകുമെന്ന് ആർക്കും അറിയില്ല. ഈ എന്താണ് പ്രീപോൾ ഫലങ്ങളും അങ്ങനെ അല്ലെങ്കിൽ സർവേ ഫലങ്ങളും ഒക്കെ വരുമ്പോൾ പോലും കോൺഗ്രസിന് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാകുമെന്നോ ഇന്ത്യ മുന്നണിക്ക് ഇങ്ങനെ ഒരു കെട്ടുറപ്പുണ്ടാകുമെന്നോ ആരും കരുതിയിരുന്നില്ല. അതുകൊണ്ടാണ് 2 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകുന്നത്. അന്നേ രാഹുൽ ഗാന്ധിക്ക് അറിയാം വയനാട് ജയിക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവരും, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് യു പിയിൽ ഏതെങ്കിലും സീറ്റിൽ മത്സരിച്ചാൽ മതിയായിരുന്നു, ജയിക്കുമായിരുന്നു, ജയം ഉറപ്പായിരുന്നു. കാരണം സ്മൃതി ഇറാനി വരെ അവിടെ തോറ്റ് തുന്നം പാടി. ജനങ്ങൾ കോൺഗ്രസിനും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിക്ക് ഒപ്പമായിരുന്നു. എങ്കിലും 2024 തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നൊരു ആശയക്കുഴപ്പം കോൺഗ്രസിനുണ്ടായിരുന്നു. അതുകൊണ്ടാകാം രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചത്. വയനാട്ടിൽ നിന്ന് അദ്ദേഹം മാറേണ്ടി വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ സഹോദരിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും വയനാട്ടിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയോടുള്ള ഇഷ്ടത്തിനെ കാണാതിരിക്കുന്നില്ല. ഈ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഒരു പക്ഷേയെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ രാജ്യമെമ്പാടും നടന്ന് സംഘടനാ പ്രവർത്തനം നടത്തണമെന്ന ചുമതലയോ അല്ലെങ്കിൽ വളരെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളോ ഇല്ല. അങ്ങനെ ഒരു ആളല്ല പ്രിയങ്ക ഗാന്ധി. എന്നാൽ എല്ലാ രാഷ്ട്രീയ പരിപാടികളിലും പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്, വേദന അനുഭവിക്കുന്ന ജനങ്ങളെ നേരിട്ട് പോയി കാണുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രിയങ്ക ഗാന്ധി കണ്ണീരൊപ്പുന്ന കാര്യത്തിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രിയങ്ക ഗാന്ധി വയനാട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ വയനാടിന് അനുഗ്രഹമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു കൂടുതൽ കെട്ടുറപ്പ് അല്ലെങ്കിൽ കൂടുതൽ ശക്തി പകരുന്നതാണ് എന്ന തരത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബവാഴ്ചയുടെ ഒരു അതിപ്രസരം എന്തായിരുന്നാലും അതിനകത്ത് തള്ളിക്കളയാൻ പറ്റില്ല. ഇവരും പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന ആ ഒരു സാഹചര്യം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അത് സമ്മതിക്കാതിരിക്കാനും തരമില്ല. ഈ പറയുന്ന BJPയെ ഒതുക്കുന്ന തരത്തിലുള്ള എന്ത് സമീപനം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു മറുപടി അതിന് പറയാനുണ്ടോ? ഇല്ല, BJPക്ക് മോദി അവകാശപ്പെട്ടതുപോലെ 400 സീറ്റ് ഒറ്റയ്ക്ക് കഴിഞ്ഞ അതിന് കാരണം ഇന്ത്യ മുന്നണി ഇവിടെ വന്നുകൊണ്ടാണ്. അല്ല, അതിന് അവിടെ അത്രയും പറയുന്ന കുറേയധികം നേതാക്കന്മാരടങ്ങുന്ന, ഒന്നുമില്ലെങ്കിൽ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കന്മാർ അവിടെ പരിശ്രമിച്ചുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിയുടെ ബേസിലാണ് ഉണ്ടായത്. അതായത് ഹാഫ് സെഞ്ചുറി എന്ന അതിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് 100-നടുപ്പിച്ച് സീറ്റ് ഉണ്ടാക്കാൻ കഴിയില്ലേ? അത് രാഹുൽ ഗാന്ധിയുടെ മാത്രം മുന്നേറ്റമാണെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം മുന്നേറ്റം എന്നൊക്കെ പറയാം. മറ്റ് സീറ്റ് ബാക്കി 140ഓളം സീറ്റുകൾ അതിന് കെട്ടുറപ്പ് കൊടുത്തത് ഇന്ത്യ മുന്നണി തന്നെയാണ്. ഈ മുന്നണി രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇപ്പൊ CPM നേതാക്കളെല്ലാം തമിഴ്നാട്ടിൽ ജയിച്ചത് എങ്ങനെയാണ്? അതെ, മുന്നണിയുടെ ബന്ധമാണ്, മുന്നണിയുടെ പക്ഷേ ഈ മുന്നണിയെ ഏത് രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ ആശയക്കുഴപ്പം. ഇപ്പൊ നിതീഷ് കുമാർ എന്തുകൊണ്ട് മുന്നണി 28 രാഷ്ട്രീയ പാർട്ടികൾ ആദ്യം ഉണ്ടായിരുന്നു, ആ മുന്നണി ബന്ധം വിച്ഛേദിച്ച് ഇന്ത്യ മുന്നണി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം BJPക്ക് നിതീഷ് കുമാറിന്റെ ഒരു ചരിത്രം ഗായറാം എന്ന് പറയുന്നത് അതല്ല. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ നിൽക്കാതെ മാറിപ്പോയത് എന്താണ്? കാരണം
മോദിയുടെ അത്രമാത്രം ആത്മവിശ്വാസമുള്ള വാക്കുകൾ. 400 സീറ്റിൽ BJP ജയിക്കും. അപ്പോൾ BJP ജയിച്ചു കഴിഞ്ഞാൽ BJPക്ക് ഭരണകക്ഷിയായി ഭരണകക്ഷിയാകും. അത് മാത്രമല്ല, പല കാര്യങ്ങളിൽ നിതീഷ് കുമാറിന് അന്വേഷണമോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അത് ഒഴിവാക്കാനാണ് NDA മുന്നണിയിൽ നിതീഷ് പോകുന്നത്, ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറുന്നത്. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലായിരുന്നെങ്കിലോ രാഹുൽ ഗാന്ധിക്കൊപ്പമായിരുന്നെങ്കിലോ കേന്ദ്രത്തിൽ ഭരണവേദാവസ്ഥയാകുമായിരുന്നു. ഭരണം ഇന്ത്യ മുന്നണിക്ക് കിട്ടും. ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് ദേശം പാർട്ടി ഇന്ത്യ മുന്നണിക്കൊപ്പമായിരുന്നെങ്കിലോ. പക്ഷേ അവിടെ നരേന്ദ്രമോദി, ഞാൻ വയനാട്ടിൽ നിന്നാണ് നമ്മുടെ ചർച്ച, പക്ഷേ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ദേശീയ രാഷ്ട്രീയം കൂടി കാണണം. നരേന്ദ്രമോദി നമുക്കറിയാം, ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം, അദ്ദേഹത്തിന് സ്റ്റിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും മറ്റുള്ള എല്ലാവരും വളരെ അരഗണ്ടായിട്ട് മാറ്റി നിർത്തിയിട്ട് സ്റ്റിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതും സ്റ്റൈലായിട്ട് നടക്കുന്നതും അല്ല. അതേ നരേന്ദ്രമോദി TDP നേതാവായ ചന്ദ്രശേഖർ റാവു അല്ലേ, ചന്ദ്രബാബു നായിഡു റിപ്പീറ്റ്, അതേ മോദി തന്നെ TDP നേതാവായ ചന്ദ്രബാബു നായിഡുവിന് ക്ഷണിച്ചുകൊണ്ട് കസേരയിൽ ഇരുത്തുന്നു. അതൊക്കെ കാണിക്കുമ്പോൾ അത്രമാത്രം വിധേയത്വം മോദി TDP നേതാക്കളോട് കാണിക്കണമെങ്കിൽ, കാരണം അവരില്ലാതെ ഭരണം കൊണ്ടുപോകാൻ കഴിയില്ല. അതാണ് എന്തുകൊണ്ട്. അല്ല, ഞാൻ പറയട്ടെ, BJPക്ക് സീറ്റുകൾ ഒരുപാട് സീറ്റുകൾ പ്രതീക്ഷിച്ചത്ര സീറ്റുകൾ കിട്ടിയില്ലെങ്കിലും BJPക്ക് ധാരാളം സീറ്റുകളുണ്ട്. മുന്നണി രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ചില മര്യാദകളുണ്ട്. ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത. ഇപ്പം 10 വോട്ടായിരിക്കും അവർക്ക് ഉണ്ടാവുക, ആ വോട്ട് അവർക്ക് ലഭിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ, NDA മുന്നണിയിൽ കേരളത്തിലുള്ള ഘടകകക്ഷികൾ, തുഷാർ വെള്ളാപ്പള്ളിക്ക് എന്ത് റോളാണുള്ളത്? കേരളത്തിൽ ഇവിടെ ഒരു ഭരണം ഉണ്ടായിരുന്നേ അറിയാമായിരുന്നു. ഈ പറഞ്ഞ തുഷാർ വെള്ളാപ്പള്ളി ഇതിനപ്പുറത്തേക്ക് കവച്ചു വെക്കുന്ന ഒരാളാണ് തുഷാർ വെള്ളാപ്പള്ളി. അല്ല, ഞാൻ ചോദിക്കുന്നത്, തുഷാർ വെള്ളാപ്പള്ളി BDJS എന്ന പാർട്ടിയുടെ അമരക്കാരനാണ്, മുന്നണിയിലും കൺവീനർ സ്ഥാനത്തുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വോട്ട് എങ്ങോട്ട് പോയി? അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ശക്തമായ മുന്നേറ്റം നടത്താൻ ഈ തെരഞ്ഞെടുപ്പിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. വയനാട് രാഹുൽ ഗാന്ധിക്കൊപ്പം മത്സരിച്ച ആൾ കൂടിയാണ് തുഷാർ വെള്ളാപ്പള്ളി. എന്തായി? ഇപ്പൊ കെ സുരേന്ദ്രൻ മത്സരിച്ചു, എന്തായി? അപ്പൊ എപ്പോഴും മുന്നണി രാഷ്ട്രീയത്തിൽ ഒപ്പമുണ്ടാകുന്ന മുന്നണികൾക്ക് വോട്ട് ഷെയർ ഉണ്ടാകും. അവരുടെ വോട്ടിംഗ് അല്ലെങ്കിൽ അവരുടെ അണികൾ, അവരുടെ അനുഭാവികളുടെ വോട്ട് നിർണായകമാണ്. അതിനൊന്നും തർക്കമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, പ്രിയങ്ക ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. അത് വയനാട് ജനതയോടുള്ള പാർട്ടിയുടെ കമ്മിറ്റ്മെന്റ് ആണ്, രാഹുൽ ഗാന്ധിയുടെ വാക്ക് അല്ല. അങ്ങനെ അത് നമുക്ക് ആ രീതിയിൽ പറഞ്ഞു വെക്കാവുന്ന. നിങ്ങൾ പറയുന്നത് പോലെ ഇപ്പൊ വി മുരളീധരൻ കേന്ദ്രമന്ത്രി പറഞ്ഞു, ഇത് കോൺഗ്രസിന്റെ നിലപാടാണ്, കോൺഗ്രസ് ഇങ്ങനെ ജനങ്ങളെ തള്ളിക്കളയുന്ന പാർട്ടിയാണ്, UDFന്റെ നിലപാട്. അല്ല, എങ്ങനെ ജനങ്ങളെ തള്ളിക്കളയും? വയനാട്ടിലെ പുരോഗതി നോക്കുക. വയനാട്ടിലെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു? ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടത്തിലാണ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ ഒരു യുവാവ് ദാരുണമായി കൊല്ലപ്പെടുന്നു. അവരുടെ വീട്ടിലെത്തിയ രാഹുൽ ഗാന്ധി കേരളത്തിലെ സർക്കാരിനോടല്ല 10 ലക്ഷത്തിലധികം രൂപ കർണാടക സർക്കാരിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്നു. വേണ്ട എന്ന് അവിടുത്തെ കർണാടകയിലെ BJP ആളുകൾ ചിലത് പറയുന്നു. അതിനുശേഷം ഈ വീട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ പൈസ കിട്ടാതെ പോയത്. അങ്ങനെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും രാഹുൽ ഗാന്ധി ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പേഴ്സണൽ പ്രസൻസ് മാത്രമാണ് അവിടെ ഇല്ലാതെ പോയത്. അതേസമയം പ്രിയങ്ക ഗാന്ധി ആകുമ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളില്ലാത്ത ഒരു നേതാവ്, കേന്ദ്ര നേതാവ് വയനാടിന്റെ പ്രതിനിധി ആയി വരുമ്പോൾ വീണ്ടും വയനാട് രാജ്യത്തിന്റെ രാഷ്ട്രീയ ശ്രദ്ധ ക്ഷണിച്ചു വരുത്തുന്ന മണ്ഡലമായി മാറും. വയനാട് ഇന്ത്യയുടെ തന്നെ പ്രദേശങ്ങളിൽ, മണ്ഡലങ്ങളിൽ ഒരു ശ്രദ്ധേയമായ സ്ഥലമായി മാറും. കാരണം പ്രിയങ്ക ഗാന്ധി ആദ്യമായി മത്സരിക്കുകയാണ്, അതും വയനാട്ടിൽ നിന്നാണ്. അതിന് അമ്മയുടെയോ അച്ഛൻ്റെയും തഴമ്പല്ല. ഇവിടെ അച്ഛൻ്റെയും അമ്മയുടെയും രാഷ്ട്രീയ പാരമ്പര്യത്തിൽ മത്സരിക്കുന്ന പല ആളുകളുണ്ട്. അവരെത്രമാത്രം കൊടി പിടിച്ചിട്ടുണ്ട്, എത്രമാത്രം അടി കൊണ്ടിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്, എത്രമാത്രം ജനങ്ങളുമായി ഇടപഴകിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച കുട്ടിക്കാലം ഒക്കെ ഉണ്ടെന്ന് വിമർശിക്കപ്പെടുമ്പോഴും അവർ ആ സൗഭാഗ്യങ്ങളൊക്കെ മാറ്റിവെച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നില്ലേ? അവർ എത്രമാത്രം കാര്യങ്ങളാണ് രാജ്യത്തിന് വേണ്ടി കൊടുത്തത്? അമ്മൂമ്മയുടെ ജീവൻ, സ്വന്തം അച്ഛൻ്റെ ജീവൻ, ഇങ്ങനെയൊക്കെ കൊടുത്തൊരു കുടുംബമാണ്, പാരമ്പര്യമുള്ള കുടുംബമാണ്. അല്ല, രക്തസാക്ഷി, ഞാൻ പറയട്ടെ, രക്തസാക്ഷിത്വം രാഹുൽ ഗാന്ധിയുടെ മെച്ചമല്ല, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് അവർ വരുന്നത്. പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് മുൻ പ്രധാനമന്ത്രിയുടെ മകളെന്ന തരത്തിൽ പല സ്ഥലങ്ങളിലും പല ഇത് കിട്ടുമായിരുന്നു. പക്ഷേ അവരുടെ അതിനകത്ത് ഈ പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും ഈ പറയുന്ന പാർട്ടിയുടെ ഒരു മുഖമായി മാറുന്നതിന്റെ പ്രധാന കാരണം എന്താണ്?
ഇതിന്റെ മുഖമായി മാറുന്നതിന് കാരണം രാഹുൽ ഗാന്ധി പിന്നെ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ്. അതിന് മുമ്പുള്ള ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായിട്ടാണ് ഈ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ആ ഒരു മുഖം തന്നെയാണ്. മുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് എത്രയോ ആൾക്കാരുണ്ട്, അല്ല എത്ര ആൾക്കാരുണ്ട്. അല്ലാതെ ഈ പറയുന്ന കൊടി പിടിച്ചതിന്റെ കണക്ക് പറയുകയാണെങ്കിലും കൊടി പിടിച്ച് ജനങ്ങൾക്കിടെ പ്രവർത്തിച്ച കണക്ക് പറയുന്നത് എത്രയോ പേരുണ്ട്. ചെറിയ ചോദ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണോ ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ, രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളും ഭരണ നൈപുണ്യവും അതൊക്കെ കൊണ്ട് മാത്രമാണോ, അതുമാത്രമാണോ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്രയധികം അവിടെയുണ്ട് രാഹുൽ ഗാന്ധിക്ക് അത് ചെയ്തേ പറ്റൂ. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് അത് ചെയ്തേ പറയട്ടെ, ഇവിടെ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയൊക്കെ അടച്ചാക്ഷേപിക്കുന്നവരാണ് കേരളത്തിലെ എന്താണ് പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഭരണത്തിൽ. ഞാൻ ചോദിച്ചോട്ടെ, ഒരു ലീഗിന്റെ കൊടി പോലും പിടിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു അശക്തനായി മാറുന്ന ഒരു രാഹുൽ ഗാന്ധിയല്ലേ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം വളരെ കുറച്ച് ദിവസമേ വയനാട് ഉണ്ടായിരുന്നു. വയനാട് വന്ന റോഡ് ഷോയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അത്രത്തോളം പോലും സംഘപരിവാർ രാഷ്ട്രീയത്തോട് സമവായത്തിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക്. എങ്ങനെ അവിടെ ഉത്തരേന്ത്യയിൽ പിന്നെ ലീഗിന്റെ കൊടി കണ്ടു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ കൊടിയാണ് തെറ്റിദ്ധരിക്കപ്പെടും, അങ്ങനെ ഇദ്ദേഹത്തെ തീവ്രവാദ ബന്ധം ആരോപിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് കൂടെ നിൽക്കുന്ന ഘടകകക്ഷിയുടെ പ്രധാന ഘടകകക്ഷിയുടെ കൊടി പോലും പിടിക്കാൻ കഴിയാത്ത രീതിയിൽ കൊണ്ടുവന്നു. പിന്നെ എവിടെ പോയി കൊടി? ലീഗിന്റെ കൊടി പിന്നെ എവിടെ പോയി? ഇതെല്ലാം പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ല ലീഗിന്റെ കൊടി പിന്നെ എവിടെ പോയി? അത് നമുക്കറിയില്ല. ലീഗ് കൊണ്ടുവന്ന കൊടി എടുത്തിട്ട് അവര് പോക്കറ്റിൽ തിരികാൻ പറഞ്ഞ ഈ രീതിയിലാണല്ലോ പിന്നെ രാഹുൽ ഗാന്ധി ഈ പറയുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ പോരാടുന്നത്. അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആരോപണങ്ങൾ. നമ്മുടെ വിഷയം എങ്ങനെ പറഞ്ഞുണ്ടാക്കിയെന്നാ പറയുന്നത്? അല്ല, അതല്ല ഇപ്പൊ കൊടി പിടിക്കുന്നതും കൊടി പിടിക്കാത്തതും അല്ല വിഷയം. വിഷയം തന്നെയാണ് അത്. ജനങ്ങളുടെ ഇടയിൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. രാഷ്ട്രീയത്തിലോ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ലീഗ് നേതൃത്വത്തിന്റെ കൊടി പിടിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലീഗിന് ആ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്തു എന്ന് ഉറപ്പല്ലേ? പറയട്ടെ, ലീഗിന് അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നൽകിയിട്ടില്ലേ യു ഡി എഫ്? കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. പിന്നെ ലീഗ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലീഗ് നിലനിന്ന് പോരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയാമല്ലോ. ലീഗിനെ ആ രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടാണ്. അവർക്ക് രാജ്യസഭാ സീറ്റിന്റെ ഒരു കാര്യം പറഞ്ഞ് അവരെ അവിടെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെ ലീഗ് വിട്ടുമാറിയനെ. ലീഗിന് നിലവിൽ വിട്ട് മാറിപ്പോകാൻ വേറൊരു തരത്തിലൊരു ചർച്ചകൾക്കും ചർച്ചകൾക്കൊന്നുമില്ല. ലീഗിനെ കൂടെ കൂട്ടാൻ വേണ്ടി CPM കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ലീഗിന്റെ ചില പ്രത്യയശാസ്ത്രപരമായ സവിശേഷതകൾ കാരണമാണ് ലീഗ് സവിശേഷത കൊണ്ടല്ല. ഇടതുമുന്നണിയിലേക്ക് മുസ്ലിം ലീഗ് വരികയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ലീഗ് അണികളും വിട്ടുമാറി കോൺഗ്രസിൽ പോകും. CPM രാഷ്ട്രീയത്തെ എതിർക്കുന്നവരാണ് മുസ്ലിം ലീഗിൽ കൂടുതലുള്ള ആളുകൾ. ആ മുസ്ലിം ലീഗിലെ ബഹുഭൂരിപക്ഷം ആളുകളെയും ആകർഷിക്കാനാണ് ഇടതുമുന്നണിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ. അല്ല, ഇതിനു മുൻപ് അങ്ങനെയാണെങ്കിൽ നടന്ന പിന്നെ CAA വേണ്ടിയിട്ട് റാലി സംഘടിപ്പിച്ച സമയത്തും പിന്നെ പലസ്തീൻ യുദ്ധ സമയത്തുള്ള ആ റാലി അവരുടെ സെമിനാർ സമയത്തും എന്തുകൊണ്ടാണ് വലിയ വിവാദം ഉണ്ടാക്കി ഈ പറയുന്ന VD സതീശൻ അടക്കമുള്ളവർ അവിടെ തങ്ങളുടെ വീട്ടിൽ പോകുന്നത്? അവിടെ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകൾ CPM സംഘടിപ്പിച്ച ഇടതുമുന്നണി സംഘടിപ്പിച്ച പരിപാടികളിൽ പോകാൻ വില്ലിംഗ് ആയിരുന്നു. പക്ഷെ അങ്ങനെ പോയാൽ കേരളത്തിലെ UDFന്റെ കഥ കഴിയും. അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ വയനാട് തെരഞ്ഞെടുപ്പ് സമയത്ത് അതല്ല. ലീഗിന്റെ കൊടി വേണമെന്നില്ല അവിടെ. എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നാലും എന്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇത്രയും കാലം നടന്നിട്ടുള്ള കഴിഞ്ഞ തവണ ഉണ്ടായ വിഷയത്തെ തുടർന്നാണ് ഇത്തവണ ആ ലീഗ് കൊടി വേണ്ടെന്ന് വെച്ചത്. ലീഗിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് അറിയാം, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട കാലത്തിന് മുമ്പ് നമുക്കിവിടെ ലീഗ് പണ്ടേ ഉണ്ട്. പക്ഷേ ആ സമയത്തുള്ള ലീഗിന്റെ നയമൊക്കെ നമുക്കറിയാം. അതൊക്കെ മതേതര സങ്കല്പത്തെയും മതേതര രാഷ്ട്രീയത്തെയും ജനാധിപത്യ രാഷ്ട്രീയത്തെയും ഭരണഘടനയെയും അത്രമാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചുള്ള രാഷ്ട്രീയ പാരമ്പര്യമാണ് ലീഗിനുള്ളത്, കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ളത്. ഈ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുകയും അവരെ പാർശ്വവൽക്കരിക്കുകയും ചെയ്യുന്ന നയമാണ് ഉത്തരേന്ത്യയിലുള്ളത്. ആ നയം കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിൽ മുസ്ലിങ്ങളെയോ നീ മുസ്ലിം, നീ ഹിന്ദു, നീ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ആർക്കും ഭരിക്കാനാവില്ല. അതൊക്കെ കേരളത്തിൽ ഒത്തൊരുമ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് വയനാട് പ്രിയങ്ക ഗാന്ധി വരുന്നതിലുള്ള ചർച്ചയാണ് നമ്മൾ തുടങ്ങിയത്. എങ്കിൽ ഞാൻ പറയാം, ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി EK നായനാരുടെ വീട്ടിൽ പോകുന്നു, K കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പോകുന്നു. അവിടെ പോയിട്ട് പലതും പറയുന്നു. ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ മാതാവാണെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞു ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ മാതാവാണ് എന്നാണ് ഉദ്ദേശിച്ചത്, കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം മാറ്റി പറയുന്നു. എന്ത് പറയട്ടെ,
ഈ സുരേഷ് ഗോപിയുടെ ഈ ജനകീയ മുഖം അവതരിപ്പിക്കുന്നതിന് പിന്നിൽ മോദിക്ക് ഒരു ലക്ഷ്യമുണ്ട്, നരേന്ദ്രമോദിക്ക് ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ജനകീയ മുഖം അവതരിപ്പിക്കുമ്പോൾ ബി ജെ പിയിൽ തന്നെ ചിലർ പറയും ഇതെന്ത് കള്ളത്തരമാണ് പറയുന്നത്, എന്ത് പോഴത്തരമാണ് ഇയാൾ പറയുന്നത്, ബി ജെ പി രാഷ്ട്രീയം ഇതല്ലല്ലോ എന്ന് ചിന്തിക്കാം. അതേ അവസരം ബി ജെ പി രാഷ്ട്രീയത്തെ എതിർക്കുന്ന അല്ലാത്ത ആളുകൾ എന്ന് പറയും അദ്ദേഹം കണ്ടില്ലേ എന്ത് ജനകീയനാണ്, എന്ത് കൃത്യമായാണ് അദ്ദേഹം പെരുമാറുന്നത് എന്ന് തോന്നില്ലേ. അതിലൂടെ കുറെ ആളുകൾ ബി ജെ പിയിലേക്ക് വരില്ലേ, ആകർഷകരാകില്ലേ, ഇല്ലേ? അത് ഒരു രാഷ്ട്രീയ കളിയാണ്. അല്ല, ഇപ്പൊ തന്നെ ഒരുപാട് മാറിക്കഴിഞ്ഞു. എന്നിട്ട് ആളുകൾ പറയുന്നത് കൃത്യമായി ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിയാണ്. ജോർജ് കുര്യൻ പറയുന്ന ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ കേരളം ബി ജെ പിക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞു. ഒരു പക്ഷേങ്കിൽ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ചില ഇടങ്ങളിലെങ്കിലും പാലക്കാട് നേരത്തെ ഉണ്ടായിട്ടുണ്ട് നഗരസഭ അധ്യക്ഷനൊക്കെ, തലസ്ഥാനത്ത് പോലും തിരുവനന്തപുരത്ത് സിറ്റി ഏരിയ മുഴുവൻ രാജീവ് ചന്ദ്രശേഖരനായിരുന്നു കൂടുതൽ വോട്ട്. അതുപോലെ ഞാൻ പറയട്ടെ, ഇപ്പൊ കേരളത്തിൽ ബി ജെ പി വളരാനുള്ള ഒരു ചട്ടക്കൂടുണ്ട്. അവിടെ ബി ജെ പി എതിർക്കണമെങ്കിൽ കമ്മ്യൂണൽ പാർട്ടി ആണെങ്കിൽ പോലും കമ്മ്യൂണൽ അല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ലീഗിനെ ഒപ്പം കൂട്ടാൻ മുന്നണികൾ ഇഷ്ടപ്പെടും, ഇല്ലേ? മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താൻ ആരും ശ്രമിക്കില്ല. വയനാട്ടിൽ നിന്ന് മുന്നണിയെ മുസ്ലിം ലീഗിനെ അകറ്റി നിർത്തിയെന്ന വാദം ഞാൻ അംഗീകരിക്കുന്നില്ല. ആരെങ്കിലും തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ രാഷ്ട്രീയ വശം എനിക്ക് കൃത്യമായി അറിയുകയുമില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നത് പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ ഇലക്ഷന് മത്സരിപ്പിക്കുന്നതിലൂടെ വയനാട്ടിലെ ജനങ്ങളോട് കോൺഗ്രസ് പാർട്ടിക്കുള്ള, കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഇഷ്ടവും കമ്മിറ്റ്മെന്റും കൂടുതൽ ശക്തമാവുകയാണ്, കൂടുതൽ വ്യക്തമാക്കുകയാണ്. അത് ശരി, പിന്നെ വയനാട്ടിലെ ജനങ്ങളോട് ആ രീതിയിൽ അവരോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് എന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് 2 മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു? ഈ റായ്ബറേലിയിലും മത്സരിച്ചു. അവിടെയാണ് ഏറ്റവും കൂടുതൽ 3,90,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ റായ്ബറേലി ജയിച്ചു. ഇവിടെ 3,60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഞാൻ ജയിച്ചാൽ, 2 മണ്ഡലങ്ങളിലും ജയിച്ചാൽ ഞാൻ വയനാടിനെ നിരുപാധികം തള്ളിക്കളയും, എന്നിട്ട് ഞാൻ റായ്ബറേലിയിൽ നിന്നുള്ള MP എന്നുള്ള നിലയിൽ ഞാൻ മുന്നോട്ട് പോകുമെന്ന് രാഹുൽ ഗാന്ധി ഒരു ഘട്ടത്തിൽ പോലും അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്താണ് കാര്യം? അത് പക്ക പൊളിറ്റിക്സ് ആണ്. നോക്കട്ടെ, 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച പാരമ്പര്യം നരേന്ദ്രമോദിക്കുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഞാൻ വാരണാസിയിൽ ഉറച്ചു നിൽക്കും, മറ്റേ മണ്ഡലം ഞാൻ തള്ളിക്കളയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ശരി തന്നെ. ഇവിടുത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ 2 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും മത്സരിക്കുകയും ചെയ്ത ഏതെങ്കിലും ഒരു നേതാവ്, സിംഗിൾ നേതാവ്, ഞാൻ 2 മണ്ഡലങ്ങളിലും ജയിക്കുകയാണെങ്കിൽ ഈ മണ്ഡലം ഞാൻ ഉപേക്ഷിക്കും, ഈ മണ്ഡലത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ഒരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റൂ? രാഹുൽ ഗാന്ധി എന്താണ്? അദ്ദേഹം റായ്ബറേലിയിൽ ഉറച്ചു നിൽക്കുന്നു. അത് രാഷ്ട്രീയത്തിന് അത്യാവശ്യമാണ്. കോൺഗ്രസ് രാഷ്ട്രീയം ഇന്ത്യയിൽ വളരണമെങ്കിൽ, ഇന്ത്യയിൽ വീണ്ടും ശക്തമാകണമെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അത് പക്ക പൊളിറ്റിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞ കാര്യം. പക്ക പൊളിറ്റിക്സ് ആണ്, അല്ലാതെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും അല്ല. ഒരു രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയമാണ് കളിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇത് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് എന്നാണ് പറഞ്ഞത്. ആ രാഷ്ട്രീയം കളിക്കുമ്പോൾ അദ്ദേഹം വയനാട് MP സ്ഥാനം ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ച് പാർട്ടി നേതൃത്വത്തോട് അറിയിച്ചു. അദ്ദേഹം എന്നിട്ട് എന്താ ചെയ്തത്? കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തത്? അവിടെ വരുന്ന ഒഴിവിലേക്ക്, അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയായ സോണിയാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെ മകളായ ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രിയങ്ക ഗാന്ധി അവതരിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലേ പറയാൻ പറ്റുള്ളൂ. ജനങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അല്ലയോ എന്നുള്ള കാര്യം അവിടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയാം. രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി അത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷെ അത് തന്നെയാണ് പറഞ്ഞത്. ഇപ്പൊ നേരത്തെ ജോയ് പറഞ്ഞ പോലെ പിന്നെ ഇവിടെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് എന്ന് ഒരു സൈഡിൽ നിന്നിട്ട് പറയുന്നു, അതല്ല ഞങ്ങൾ പൊളിറ്റിക്സ് ആണ് കളിക്കുന്നതെന്ന് പറയുന്നു. ഇത് രണ്ടിൽ ഏതാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ കോൺഗ്രസ് നേതൃത്വം ബാധ്യസ്ഥരാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറയുന്നുണ്ട്, വയനാട്ടിലെ ജനങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്, വയനാടുള്ള കോൺഗ്രസ് അണികളോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടർമാരോ ആരെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ തള്ളി പറയുമോ? പ്രിയങ്ക ഗാന്ധി ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് പറയുമോ? ഒരു പക്ഷേ എന്നല്ല, ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി കരസ്ഥമാക്കിയതിനേക്കാൾ, രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അക്കാര്യം ഇന്ന് മത്സരിച്ച CPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആനി രാജ തന്നെ പറഞ്ഞു, എന്നെക്കാൾ കഴിവുള്ള, എന്നെക്കാൾ മികവുള്ള ഒരു സ്ഥാനാർത്ഥിയാകും CPI അവിടെ നിർത്തുക എന്ന്. LDF അതെ, LDFന്റെ സ്ഥാനാർത്ഥി വരട്ടെ, അതുപോലെ ഇനി BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി K. സുരേന്ദ്രനാണ്, പാർട്ടി അധ്യക്ഷനാണ് അവിടെ മത്സരിച്ചത്, ഇല്ലേ?
അപ്പൊ ഇനിയിപ്പോ അദ്ദേഹത്തെക്കാൾ മികവുള്ള ഒരു നായകൻ, അദ്ദേഹത്തെക്കാൾ വോട്ട് വാങ്ങാൻ കഴിവുള്ള ഒരാളെ നിർത്തി കഴിയുമ്പോൾ പാർട്ടി പ്രസിഡന്റിന് എന്താണ് വില? കെ സുരേന്ദ്രൻ എന്താണ് വില? കെ സുരേന്ദ്രൻ അവിടെ നിന്നിട്ട് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പോയ ആളാണ്. അദ്ദേഹത്തിന് വരെ ഇനി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ അവിടെ ഏത് സ്ഥാനാർത്ഥിയാകും? ഇനി ഒരുപക്ഷെ ആ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ കൂടുതൽ കുറച്ച് വോട്ട്, 5-10 വോട്ട് കൂടുതൽ നേടിയാൽ കെ സുരേന്ദ്രൻ എവിടെ പോകും? കെ സുരേന്ദ്രന് ജനസമ്മതി ഇല്ല എന്ന് അടിവരയിട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ് വയനാട് തെരഞ്ഞെടുപ്പ്. അല്ല, അവിടെ കിടക്കുന്ന ഈ മൊത്തം ലീഗല്ലേ? അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ഇവിടുന്നാണ് വരുന്നത്. ബിജെപി രാഷ്ട്രീയ കക്ഷിയല്ലേ? അവിടെ ലീഗിന്റെ വോട്ടാണ് ഏറ്റവും കൂടുതൽ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്രയും കാലങ്ങളായിട്ട് വയനാടിന്റെ പൊളിറ്റിക്സ് അതല്ലേ. എന്നാ പിന്നെ ലീഗിന്റെ വോട്ട് എന്ന് നിങ്ങൾ പറയുന്നു. ലീഗിന്റെ വോട്ട് എന്തുകൊണ്ട് ബി ജെ പിക്ക് കിട്ടുന്നില്ല? ബി ജെ പിക്ക് എങ്ങനെ കിട്ടാനാണ്? ലീഗിന്റെ വോട്ട് ബി ജെ പിക്ക് ഇടതുമുന്നണിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇടതുമുന്നണി കിട്ടാ. ലീഗ് ഇപ്പൊ ആരുടെ കൂടെ നിൽക്കുന്നേ? ആറ് ഘടകകക്ഷിയുടെ ലീഗ് നിൽക്കുന്നത് യു ഡി എഫിന്റെ ഘടകകക്ഷി. അപ്പൊ സ്വാഭാവികമായിട്ടും എൽ ഡി എഫിൽ നിന്നുള്ള പിന്നെ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല. യു ഡി എഫിലേക്കുള്ള ആ വിഷയത്തെ അങ്ങനെ വിശകലനം ചെയ്ത് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. വയനാട് മണ്ഡലം എല്ലാ കാലത്തും കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മണ്ഡലമാണ്. അത് തന്നെ കാലങ്ങളായിട്ട് അത് തന്നെയാണ്. മുസ്ലിം വോട്ടുണ്ട്, ലീഗിന്റെ വോട്ട് എന്ന് പറയേണ്ട മുസ്ലിം വോട്ടുണ്ട്, അതുപോലെ തന്നെ സമുദായങ്ങളുടെ വോട്ടുണ്ട്, ക്രിസ്ത്യൻ വോട്ടുണ്ട്. അതൊക്കെ അവിടെ കൂടുതലാണ്. അതുപോലെ ഹിന്ദുക്കളുടെ വോട്ടുമുണ്ട്. അങ്ങനെ സമുദായത്തിന്റെ വോട്ട് നമുക്ക് പറയാം. അവിടെ ലീഗ് രാഷ്ട്രീയമാണോ ശക്തം അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയമാണോ ശക്തം എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ് ശക്തം. അതുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. അത് തന്നെ കാലങ്ങളായിട്ട് വയനാടിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധിക്കുള്ളതിനേക്കാൾ ജനകീയത, ഒരു പ്രത്യേകിച്ച് സ്ത്രീ മനസ്സുകളിൽ കണ്ണീരണിഞ്ഞ അങ്ങനെ ഒരു മനക്കോട്ട ഉണ്ടാക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, സ്ത്രീ മനസ്സുകളിൽ വി മുരളീധരൻ പറയുന്നത് പോലെയോ കെ സുരേന്ദ്രൻ പറയുന്നത് പോലെയോ കെ പി സി സിയുടെ കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത് പോലെ ഒന്നുമല്ല ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം അവിടെ പ്രിയങ്ക ഗാന്ധി നേടുമെന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അതിലേക്ക് പ്രിയങ്ക ഗാന്ധി വരട്ടെ, അവിടെ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന കാര്യം ഒരു രാഹുൽ ഗാന്ധി എഫക്ട് 2019 വർക്ക് ചെയ്തു. ഇത്തവണ അത് അങ്ങനെയല്ല എങ്കിൽ പോലും ആ രീതിയിൽ ഭരണവിരുദ്ധ വികാരം കാരണം കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് കുറേയധികം സീറ്റ് ഇവിടെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഇവിടെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കിയതും. ഒരു ഭരണവിരുദ്ധ വികാരം വോട്ടിങ്ങിൽ കാര്യമായി സ്വാധീനിച്ചു. ഈ സ്വാധീനം യു ഡി എഫിലേക്കും ബി ജെ പി. അപ്പം ഈ പറയുന്ന ഒരു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഈ രണ്ട് പാർട്ടികളുടെയും വളർച്ചയ്ക്ക് കാരണമായത്. അല്ലാതെ മറ്റൊന്നുമല്ല. രാഹുൽ ഗാന്ധി ഫാക്ടറോ ഒന്നും ഇവിടെ പ്രവർത്തിച്ചിട്ടില്ല. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം പ്രിയങ്ക ഗാന്ധി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. നമുക്ക് പ്രിയങ്ക ഗാന്ധി വന്നാൽ വിജയിക്കുമോ എന്ന കാര്യം ബി ജെ പിയും അതുപോലെ തന്നെ അനുബന്ധ കക്ഷികളും തീരുമാനിക്കട്ടെ. പ്രിയങ്ക വന്നാൽ ജയിപ്പിക്കുന്ന കാര്യം വയനാട്ടിലെ വോട്ടർമാരും നിശ്ചയിക്കട്ടെ. അതെ.